എന്തായിരിക്കും ഹോർമുസ് കിട്ടിയില്ല എങ്കിൽ അമേരിക്കയുടെ അടുത്ത മൂവ്മെന്റ്? ഇതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ഈ രാജ്യങ്ങളിലൊക്കെ ലൈഫ് ലൈൻ എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലും അതേപോലെ തന്നെ ഗ്യാസുമാണ്. പ്രത്യേകിച്ച് ഇറാൻ്റെ പൂർണ്ണമായിട്ടും, ഇറാൻ്റെ മാത്രമല്ല, സൗദി ആണെങ്കിലും ഖറ്റാർ ആണെങ്കിലും UAE ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും ഒമാൻ ആണെങ്കിലും, അവിടെയൊക്കെ ഒമാനിലൊക്കെ ചെറുതായിട്ട് അഗ്രികൾച്ചറൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്കോണമിയുടെ 95% ഓയിൽ തന്നെയാണ്, വേറൊന്നുമില്ല. അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനം ഓയിലും നാച്ചുറൽ ഗ്യാസ്. ഈ ഓയിലുള്ള കാർഗ് ഐലൻഡും പരാസ് ഓയിൽ ഫീൽഡ്, ഇത് രണ്ടും തകർക്കുമെന്നാണ് പറയുന്നത്. മനസ്സിലാക്കുക, ഈ ഇസ്രായേൽ ബോംബ് ചെയ്ത സമയത്ത് ആ കാർഗ് ഐലൻഡ് തൊട്ട് പരാസിൻ്റെ അവിടെ പട്ടാളക്കാരുടെ മേളിലാണ് അവർ ബോംബ് ഇട്ടിരിക്കുന്നത്, അല്ലാതെ ഈ പറയുന്ന ഗ്യാസ് ഫീൽഡിലല്ല ബോംബ് ചെയ്തിരിക്കുന്നത്. അതൊന്ന്. അത് കാരണം അതൊരു ഹ്യൂമനിറ്റേറിയൻ്റെയും ഒരു കോംപ്രമൈസിൻ്റെയും പാതയിൽ ഈ പറയുന്ന ഗ്യാസ് ഫീൽഡാണെങ്കിലും ക്രൂഡാണെങ്കിലും അതേപോലെ തന്നെ ഇറാൻ്റെ പവർ പ്ലാന്റ്, ഇതിലൊന്നും ബോംബ് ചെയ്തിട്ടില്ല ഇത്രയും നാളായിട്ട്. 34 ദിവസമായിട്ട് ഏകദേശം 11 ദിവസം ഇസ്രായേൽ വാർ ചെയ്തപ്പോൾ പോലും ഏറ്റവും ക്രിട്ടിക്കലാണ് ഈ സംഭവം. എന്താണ് ക്രിട്ടിക്കൽ എന്ന് പറയുന്നത്? അതാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇറാൻ്റെ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ്, അതായത് അവരുടെ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് അവിടെ പവർ പ്ലാന്റ് വർക്ക് ചെയ്യുന്നത്, അതായത് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ പവർ പ്ലാന്റിനെയും അതേപോലെ തന്നെ ഇറാനിലെ ഈ ഗ്യാസ് ഫീൽഡ്, അതായത് അതേപോലെ കാർഗ് ഐലൻഡ് പരാസ് ഗ്യാസ് ഫീൽഡിനെ അറ്റാക്ക് ചെയ്യുമ്പോഴോ ഇറാൻ എന്ന് പറയുന്ന സിറ്റി, അത് രണ്ടെണ്ണം അറ്റാക്ക് ചെയ്താൽ മതി. രണ്ടെണ്ണം വെച്ചാൽ 2 സ്പെസിഫിക് വെർട്ടിക്കൽസ്. അതിനകത്ത് ഈ പവർ ഉണ്ടാക്കുന്ന പല പവർ പ്ലാന്റുകളുണ്ട്, മേജറായിട്ടുള്ള പവർ പ്ലാന്റ് ഉണ്ട്, അതേപോലെ അതിൻ്റെ മറ്റുള്ള ചെറിയ പവർ പ്ലാന്റും ഉണ്ട്. ഈ ഗ്യാസ് പൈപ്പ് ലൈനിൽ നിന്നാണ് ഈ സാധനം എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടാണ് ഈ ഗ്യാസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, അവരുടെ 1% മാത്രമേ ഉള്ളൂ ആറ്റോമിക് എനർജി. അത് റഷ്യയാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അതെല്ലാം ബോംബ് ചെയ്തു. അപ്പോൾ അതിനുശേഷം ഈ പറയുന്ന അവരുടെ അറ്റോമിക് എനർജി സംഭവം പൂർണ്ണമായിട്ടും നിലച്ചു.